Hi students, now the last class we discussed three-phase half-wave controlled rectifier for alpha less than 30 degree ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിന്റെ വേവ് ഫോംസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജും ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നത്? 3 Vm/2π cos alpha. അപ്പൊ നമുക്ക് ചില കേസിൽ നമ്മൾ V0ന്റെ ആവറേജ് വാല്യൂ ഈക്വൽ ടു 3 Vm/2π into cos alpha എന്ന് എഴുതും. ചില ബുക്കിൽ നിങ്ങൾക്ക് കാണാം 3√3 Vm/2π into cos alpha എന്ന് കാണാം. ഓക്കെ, അപ്പൊ എല്ലായിടത്തും ഈ Vm എന്ന് മാത്രമേ ചിലപ്പോൾ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ Vm എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണെങ്കിൽ ഈ Vm എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ Vm ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ലൈൻ വാല്യൂവിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, 3 Vm/2π cos alpha എന്ന് പറഞ്ഞാൽ ഈ Vm എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈൻ വാല്യൂവിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ എഴുതിയ സമയത്ത് എന്താ എഴുതിയിട്ടുള്ളത്? Vm ഒരു L എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ 3√3 Vm/2π into cos alpha ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ Vm എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഫേസ് വാല്യൂവിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോ √3 into ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ബിക്കോസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഫിഗറിൽ നമ്മൾ ഒരു സെക്കൻഡറി സ്റ്റാർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയർ നമ്മൾ വരച്ചിട്ടുള്ള എന്താണ്? സെക്കൻഡറി ഇസ് സ്റ്റാർ കണക്റ്റഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? √3 V ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം? V ലൈൻ ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതിലും നമുക്ക് ഇഷ്യൂ ഇല്ല. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവാം. എന്താണ്? ഒന്ന് 3 Vm/2π cos alpha. ഓക്കെ, 3 Vm/2π cos alpha എന്ന് പറഞ്ഞാൽ Vm എന്ന് പറഞ്ഞാൽ ലൈൻ വാല്യൂയുടെ മാക്സിമം വാല്യൂ. ഇനി 3√3 Vm/2π cos alpha എന്ന് പറഞ്ഞാൽ Vm എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂയുടെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? ഫയറിംഗ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ എന്താ വ്യത്യാസം വരാമെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമുക്കറിയാം ജനറൽ കേസിൽ ഫയറിംഗ് ആംഗിൾ ലെസ് ദാൻ 30 ഡിഗ്രി ആവുന്ന സമയത്ത് തൈറത്തിൽ T1 ഏത് മുതൽ ഏതുവരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? 30+ ആൽഫ മുതൽ 150+ ആൽഫ വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? ഇനി ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി ആകുമ്പോൾ T1 എവിടെ മുതൽ എവിടെ വരെ കണ്ടക്ട് ചെയ്യും? T1 30+ ആൽഫ, 30+30 എന്താണ്? 60 ഡിഗ്രി ടു 150+30 എത്രയാണ്? 180 ഡിഗ്രി ആണല്ലോ. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മള് 60 to 180 ഡിഗ്രിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡോട്ടഡ് ലൈൻ എവിടെ മുതൽ എവിടെ വരെ വരയ്ക്കണം? 60 മുതൽ 180 ഡിഗ്രി വരെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമുക്ക് 60 മുതൽ 180 ഡിഗ്രി വരെ എടുക്കുകയാണെങ്കിൽ ഈ 180 ഡിഗ്രിയിൽ എത്തുന്ന സമയത്ത് എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മുടെ VAN എന്ന് പറഞ്ഞ വോൾട്ടേജ് എന്താവുന്നു? നെഗറ്റീവ് വോൾട്ടേജിലോട്ട് പോവാണ് 180 ഡിഗ്രിക്ക് ശേഷം അല്ലെ? നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള ലോഡ് എന്താണ്? റെസിസ്റ്റീവ് ലോഡാണ്. റെസിസ്റ്റീവ് ലോഡിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുമോ? ഇല്ല. RL ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം, നമുക്ക് ചാർജിങ് ഡിസ്ചാർജിങ് എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് R ലോഡ് ആവുന്ന സമയത്ത് വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് എന്താവും? കറണ്ടും 0 ആവും. ബിക്കോസ് റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും. സോ വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് എന്താവും? കറണ്ടും ഉണ്ടാവും, 0 ആവും. സോ നമ്മുടെ തൈറസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആവുക എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കറണ്ട് താഴെ പോയി എന്ന് പറയാം. നമുക്ക് തൈറസ്റ്റർ എന്തായെന്ന് പറയാം? ഓഫ് ആയെന്ന് പറയാം. ഓക്കെ, അപ്പോ നമ്മള് വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വോൾട്ടേജ് 0 കഴിഞ്ഞ് പിന്നെ റിവേഴ്സ് വോൾട്ടേജ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ തൈറസ്റ്റർ എന്താവും? റിവേഴ്സ് ബയാസ്ഡ് ആവും, തൈറസ്റ്റർ എന്താവും? ഓഫ് ആവും. ഓക്കെ, അതിൽ കൂടുതൽ കറണ്ട് ഫ്ലോ 0 ആവും. 0 ആയി അതിനുശേഷം പിന്നെ വരുന്നത് എന്താണ്? റിവേഴ്സ് വോൾട്ടേജ് ആണ് വരുന്നത്. സോ തൈറസ്റ്റർ T1 എന്താവും? ഓഫ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോ അതാണ് ഈ ഒരു 180 ഡിഗ്രി എന്ന് പറഞ്ഞുള്ള പോയിന്റ് ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒമേഗാറ്റേക്കുള്ള 30 ഡിഗ്രി വരെ എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്ത് പോകും. പക്ഷെ 30 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ട് എന്താണ്? ആൽഫ ഇസ് ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി എന്നാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലെ? സോ നമ്മൾ നോക്കാം, ആൽഫ നമ്മൾ തൈറസ്റ്റർ T1 ട്രിഗർ ഇമ്പൾസ് എവിടുന്നാണ് കൊടുക്കുക? തൈറസ്റ്റർ T1 ട്രിഗർ ഇമ്പൾസ് നമ്മൾ കൊടുക്കുക 30+ ആൽഫ മുതൽ ആണ് കൊടുക്കുക അല്ലെ? 30+ ആൽഫ ടു 150+ ആൽഫയാണ് കൊടുക്കുക. പക്ഷെ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിനേക്കാളും ഗ്രേറ്റർ ആണ്. ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് 30+30 60നേക്കാളും വലിയൊരു പോയിന്റാണ് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? T1ന്റെ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 60 ഡിഗ്രി എന്നുള്ളത് ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ ഞാനിവിടെ എന്താണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്? ആൽഫയ്ക്ക് ഒരു 45 ഡിഗ്രിയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ 30+45 എത്രയാണ്? 75 ഡിഗ്രിയിലാണ് നമ്മൾ ആരെ ട്രിഗർ ഇമ്പൾസ് കൊടുത്തിട്ടുള്ളത്? T1 ട്രിഗർ ഇമ്പൾസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ T1 നമ്മൾ ട്രിഗർ ഇമ്പൾസ് കൊടുത്തിട്ടുള്ളത് എവിടെയാണ്? T1 ട്രിഗർ ഇമ്പൾസ് കൊടുത്തിട്ടുള്ളത് ആൽഫ ഈക്വൽ ടു 75 ഡിഗ്രി. കാരണം ആൽഫ അല്ല, ഒമേഗ T ഈക്വൽ ടു 75 ഡിഗ്രി. കാരണം ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്? ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി 45 ഡിഗ്രി ആണ്.
സോ T1 എവിടെ ട്രിഗർ ചെയ്യണം 30 പ്ലസ് ആൽഫ എത്ര 30 പ്ലസ് 45 ഈക്വൽ ടു 75 ഡിഗ്രി ഓക്കെ അപ്പൊ അത് നമ്മൾ എഴുതി T1 30 പ്ലസ് 45 ഡിഗ്രിന്ന് ട്രിഗർ ചെയ്തു ഇനി ഇതിലൊരു കേസ് എന്താ വരുന്നത് വെച്ചാൽ 180 ഡിഗ്രിക്ക് ശേഷം നമുക്ക് എന്തായാലും എന്ത് നടക്കില്ല കണ്ടക്ഷൻ നടക്കില്ല 180 ഡിഗ്രിക്ക് ശേഷം തൈറസ് T1 കണ്ടക്ട് ചെയ്യില്ല കാരണം അതിന്റെ അക്രോസിലെ വോൾട്ടേജ് എന്തായി 0 ആയതിനു ശേഷം നെഗറ്റീവ് ആവാൻ പോവാണ് സോ കറണ്ടും എന്താവും വോൾട്ടേജ് താഴെ പോകും തൈറസ് T1 എന്താവും ഓഫ് ആവും അപ്പൊ തൈറസ് T1 ഏതുവരെ കണ്ടക്ട് ചെയ്യുള്ളൂ 180 ഡിഗ്രി വരെ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ അപ്പൊ നമ്മൾ തൈറസ് T1 എവിടെ മുതൽ എവിടെ വരെ കണ്ടക്ഷൻ നടക്കുള്ളൂ തൈറസ് T1 നമ്മുടെ 75 ഡിഗ്രി മുതൽ എവിടെ വരെ നടക്കുള്ളൂ കണ്ടക്ഷൻ 180 ഡിഗ്രി വരെ നടക്കുള്ളൂ അതായത് 30 പ്ലസ് ആൽഫ തൈറസ് T1 എവിടെ മുതൽ എവിടെ വരെ കണ്ടക്ട് ചെയ്യും 30 പ്ലസ് ആൽഫ മുതൽ 180 ഡിഗ്രി വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കണ്ടക്ട് ചെയ്യുള്ളൂ ഓക്കെ അപ്പൊ 180 മുതൽ അടുത്ത ഇന്റർവൽ ഏതാണ് അടുത്ത ഇന്റർവൽ എന്ന് പറഞ്ഞാൽ 150 പ്ലസ് ആൽഫ അല്ലെ 150 പ്ലസ് ആൽഫ എന്ന് പറയുന്ന പോയിന്റ് വരെ എന്ത് ചെയ്യില്ല നമ്മൾ തൈറസ് T1 കണ്ടക്ട് ചെയ്യില്ല ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കുക തൈറസ് T1 കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരിക VAN ആണ് വരിക അപ്പൊ തൈറസ് T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വന്നു VAN വന്നു ഓക്കെ ഇനി തൈറസ് T1 കണ്ടക്ട് ചെയ്യാത്ത സമയത്ത് ആരും കണ്ടക്ട് ചെയ്യുന്നില്ല T2 T3 കണ്ടക്ട് ചെയ്യുന്നില്ല സോ നമുക്ക് എന്താ വോൾട്ടേജ് വരിക വോൾട്ടേജ് ആ സമയത്ത് 0 വോൾട്ടേജ് ആണ് വരിക കറണ്ട് ഇല്ലെങ്കിൽ എന്താണ് വോൾട്ടേജ് എന്തായിരിക്കും വരിക 0 ആയിരിക്കും വരിക കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്ന ലോഡ് എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന ലോഡ് ഒരു റെസിസ്റ്റീവ് ലോഡാണ് അസ്യൂം ചെയ്യുന്നത് ഓക്കെ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഇതിന്റെ അക്രോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുള്ളൂ കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരിക 0 ആണ് വരിക ഓക്കെ സോ നിങ്ങൾ നോക്കുക ഈ ഒരു ഫിഗറിൽ നമ്മൾ തൈറസ് T1 കേസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു 30 പ്ലസ് ആൽഫയിലാണ് ട്രിഗറിംഗ് നടക്കുന്നത് ട്രിഗറിംഗ് 30 പ്ലസ് ആൽഫയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ വരെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു 180 ഡിഗ്രി വരെ മാത്രമേ തൈറസ് T1 കണ്ടക്ട് ചെയ്യുകയുള്ളൂ അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് ഓക്കെ സോ 180 മുതൽ അടുത്ത ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത് വരെ അതായത് 150 പ്ലസ് ആൽഫ വരെ എന്താണ് നമുക്ക് കറണ്ട് 0 ആണ് വരുന്നത് 180 മുതൽ 150 പ്ലസ് ആൽഫ വരെ കറണ്ട് 0 ആണ് സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരിക 0 ആണ് വരിക ഓക്കെ അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആണെങ്കിൽ തൈറസ് T1 ഏത് മുതൽ ഏതുവരെ കണ്ടക്ട് ചെയ്യും 30 പ്ലസ് ആൽഫ മുതൽ 180 ഡിഗ്രി വരെ കണ്ടക്ട് ചെയ്യും തൈറസ് T2 ഏത് മുതൽ ഏതുവരെ കണ്ടക്ട് ചെയ്യും തൈറസ് T2 150 പ്ലസ് ആൽഫ മുതൽ 300 ഡിഗ്രി വരെ കണ്ടക്ട് ചെയ്യും ഓക്കെ 300 ആണ് 360 അല്ല 300 ഡിഗ്രി വരെ ഇനി തൈറസ് T3 ഏത് മുതൽ ഏതുവരെ കണ്ടക്ട് ചെയ്യും 270 പ്ലസ് ആൽഫ മുതൽ 420 ഡിഗ്രി വരെ കണ്ടക്ട് ചെയ്യും ഓക്കെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞത് ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി ആണെങ്കിൽ ഓരോ തൈറസിലും എത്ര ഡിഗ്രി കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓരോ തൈറസിലും 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ പക്ഷെ ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രിയിൽ അങ്ങനെ നടക്കുമോ നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ഞാൻ ആൽഫക്ക് എന്ത് അസ്യൂം ചെയ്തു 45 ഡിഗ്രി ആണ് അസ്യൂം ചെയ്തു ഓക്കെ സോ T1 ഏത് മുതൽ ഏതുവരെ കണ്ടക്ട് ചെയ്യും 30 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ എത്രയാണ് 75 ഡിഗ്രി മുതൽ ഏതുവരെ കണ്ടക്ട് ചെയ്യും ടു 180 ഡിഗ്രി ഓക്കെ അതായത് 180 മൈനസ് 75 എന്ന് പറയുമ്പോൾ എത്ര വരും ഒരു 105 ഡിഗ്രി അല്ലെ 105 ഡിഗ്രി എന്ത് നടക്കുന്നുള്ളൂ കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ തൈറസ് T1 ഓക്കെ അപ്പൊ ഓരോ തൈറസിലും ഇതിൽ 105 ഡിഗ്രി വരെ കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ ആൽഫ 45 ഡിഗ്രി ആണെങ്കിൽ ഇനി ആൽഫ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക ആൽഫ 60 ഡിഗ്രി ആണെങ്കിൽ എന്താ സംഭവിക്കുക ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 60 90 ടു 180 ഡിഗ്രി 90 ടു 180 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി കണ്ടക്ട് ചെയ്യും 90 ഡിഗ്രി കണ്ടക്ട് ചെയ്യും ഓക്കെ സോ ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി ആവുന്ന സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞത് എന്താണ് ഓരോ തൈറസും 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞു പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഓരോ തൈറസും എത്ര ഡിഗ്രിയാണ് കണ്ടക്ട് ചെയ്യുന്നത് ഓരോ തൈറസും 120 ഡിഗ്രിക്ക് താഴെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് ആൽഫ ഓക്കെ അപ്പൊ അതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി this shows that each SSCR for firing angle greater than 30 degree conduct for 150 minus alpha only അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം 30 പ്ലസ് ആൽഫ ടു 180 എന്ന് പറയുമ്പോൾ T1 ഏത് മുതൽ ഏതുവരെ കണ്ടക്ട് ചെയ്യാം 30 പ്ലസ് ഇത് ജനറൽ ആയിട്ട് ആൽഫ ഗ്രേറ്റർ ദാൻ 30 എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് എഴുതാം ജനറൽ ആയിട്ട് T1 conduct from 30 plus alpha to 180 T2 conduct from 150 plus alpha to 300 T3 conduct from 270 plus alpha to 420 എന്ന് പറയാം സോ T1 ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം 180 മൈനസ് 30 പ്ലസ് ആൽഫ അപ്പൊ 180 മൈനസ് 30 പ്ലസ് ആൽഫ എന്ന് പറയുമ്പോൾ എത്ര വരാം 150 മൈനസ് ആൽഫ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രിന്റെ ഒരു ഇമ്പോർട്ടൻസ് സോ നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചെറിയൊരു വ്യത്യാസം വരും അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വേവ് ഫോമിലോട്ട് ഒന്നും കൂടി പോവാം അപ്പോൾ നമ്മളെ തൈറസ് T1 നമ്മൾ എവിടെയാണ് 30 പ്ലസ് ആൽഫ ടു 180 ഡിഗ്രി വരെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ അടുത്ത് 150 പ്ലസ് ആൽഫ മുതൽ 300 ഡിഗ്രി വരെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ ഓക്കെ അടുത്തത് 270 പ്ലസ് ആൽഫ മുതൽ അടുത്തത് 420 ഡിഗ്രി വരെ മാത്രമേ കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ ഓക്കെ
സോ നിങ്ങൾ നോക്കുക, ഇവിടെ തൈറോസ്റ്റർ T1 ഇത്ര ഡിഗ്രിയെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, തൈറോസ്റ്റർ T2 ഇത്ര ഡിഗ്രിയെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, തൈറോസ്റ്റർ T3 ഇത്ര സമയം കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ചെറിയൊരു സമയത്ത് നമുക്ക് കറണ്ട് എന്താ വരുന്നത്, ഇവിടെ 0 എന്നുള്ളൊരു വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കറണ്ടിന്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജും കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക, 0 ആണ് വരിക. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് വേവ് ഫോം വരയ്ക്കാൻ അറിയാമെന്ന് തോന്നുന്നു. തൈറോസ്റ്റർ T1 കണ്ടിട്ട് നമുക്ക് എന്താ വരിക, ഔട്ട്പുട്ട് വോൾട്ടേജ് VAN വരും. T2 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വരും VBN വരും. T3 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വരും, VCN വരും. ഓക്കെ, ഇനി നമുക്ക് ഇത്ര ഈ കണ്ടക്ട് ചെയ്യാത്ത ഒരു തൈറോസ്റ്റർ കണ്ടക്ട് ചെയ്യാത്ത ഇന്റർവെൽസിൽ നമുക്ക് ഈ ഇന്റർവെൽ, അതുപോലെ തന്നെ ഈ ഇന്റർവെലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ വരിക, 0 ആണ് വരിക. കാരണം കറണ്ട് എന്താണ്, 0 ആണ് വരിക. ഇനി ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെ മുതൽ ഏതുവരെ ഇൻഡിക്കേറ്റ് ചെയ്താൽ മതി. ഈ സമയത്തും നമ്മുടെ ഇതാണ് ഒരു സൈക്കിൾ, ഇത് VAN, ഇത് VBN, ഇത് VCN അല്ലെ, ഇതാണ് നമ്മുടെ ഒരു സൈക്കിൾ വരുന്നത്. ഇത് ഇവിടുന്ന് VAN സ്റ്റാർട്ട് ചെയ്തു, അടുത്ത VAN എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് എടുത്തു കഴിഞ്ഞാലും ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് വരിക, 360 ഡിഗ്രി തന്നെയാണ് വരിക ഒരു സൈക്കിള്. പക്ഷെ നമുക്കിത് ഏത് മുതൽ ഏതൊരു ഇൻഡിഗ്രേറ്റ് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ 30 പ്ലസ് ആൽഫ മുതൽ 150 പ്ലസ് ആൽഫ വരെ ഇൻഡിഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 30 പ്ലസ് ആൽഫ മുതൽ 180 ഡിഗ്രി വരെ മാത്രം ഇൻഡിഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് VANന്റെ വാല്യൂനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ ആവറേജ് വാല്യൂന്റെ ഇക്വേഷൻ എന്താ വരിക, ആവറേജ് വാല്യൂന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക 1/2π അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻടു അതാണ് 3 തവണ എന്ത് ചെയ്താൽ മതി, VAന്റെ വാല്യൂനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. VAന്റെ വാല്യൂ എന്താണ് വരിക, π/6 പ്ലസ് ആൽഫ, 30 പ്ലസ് ആൽഫ മുതൽ 180 ഡിഗ്രി വരെ VM sin omega t d omega. സോറി, π/6 പ്ലസ് ആൽഫ എന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് ഇവിടെ എഴുതാം 180 വരെ π എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ 30 പ്ലസ് ആൽഫ മുതൽ 180 ഡിഗ്രി എഴുതിയാലും എന്തായാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്, ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ വരുന്നത് നിങ്ങൾ നോക്കുക, ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ 3/2π π/6 പ്ലസ് ആൽഫ മുതൽ π വരെ VM sin omega t d omega t. ഓക്കെ, സോ നമുക്ക് അത് ഇന്ത്യയിൽ വരുന്ന സമയത്ത് എന്താ വാല്യൂ കിട്ടുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ളത് 3VM/2π into 1 plus cos 30 plus alpha naught. ഓക്കെ, 3VM/2π into 1 plus cos 30 plus alpha എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ. അപ്പോൾ ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി, അതുപോലെ തന്നെ ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി, ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ 3 ഫേസ് ഹാഫ് വേവ് കൺട്രോളിന്റെ എക്സസൈസ്, ഇതാണ് നിങ്ങൾക്ക് ചോദിച്ചുള്ള ചോദ്യമാണ് ഡിറൈവ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞത് 3VM/2π into 1 plus cos 30 plus alpha. ഇവിടെ ഇത് വരുന്നത് VMP ആണ് കേട്ടോ, ഫേസ് വാല്യൂ ആണ്. ഫേസ് വാല്യൂ ആണ് വരുന്നത്, അല്ലാണ്ട് ലൈൻ വാല്യൂ അല്ല. ഓക്കെ, നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുള്ളതാണ് 3VMP, ഫേസ് വാല്യൂ വെച്ചിട്ട് ഡെറൈവ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. സോ ഇവിടെ ഉള്ളത് 3VMP/2π into 1 plus cos 30 plus alpha ആണ്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫേസ് വാല്യൂന്റെ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, ഇത് നമുക്ക് ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രിയും ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രിയും VRMSന്റെ ഇക്വേഷൻ വരും. ഓക്കെ, എന്താ VRMSന്റെ ഇക്വേഷൻ, നേരത്തെ പോലെ തന്നെ സെയിം ഇക്വേഷൻ തന്നെയാണ്. ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 3/2π 30 പ്ലസ് ആൽഫ മുതൽ നമ്മൾ എത്ര വരെ എടുക്കേണ്ടത്, 180 ഡിഗ്രി വരെ VMC² sin square omega t d omega t whole raised to 1/2 വരും. ഓക്കെ, ഇനി ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി ആണെങ്കിൽ എന്താ വ്യത്യാസം വരുന്നുള്ളൂ, നമ്മൾ π/6 പ്ലസ് ആൽഫ മുതൽ എവിടെ വരെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം, π/6 പ്ലസ് ആൽഫ വരെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് വ്യത്യാസം. അതായത് നമുക്കറിയാം ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 പ്ലസ് ആൽഫ മുതൽ തൈറോസ്റ്റർ T1 ഏതുവരെ കണ്ടക്ട് ചെയ്യും, 150 പ്ലസ് ആൽഫ വരെ കണ്ടക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം, 30 പ്ലസ് ആൽഫ ടു 150 പ്ലസ് ആൽഫ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് 30 പ്ലസ് ആൽഫ മുതൽ 180 ഡിഗ്രി വരെ കണ്ടക്ഷൻ നടത്തുന്നു. പക്ഷെ ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ 30 പ്ലസ് ആൽഫ മുതൽ 150 പ്ലസ് ആൽഫ വരെ കണ്ടക്ഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സെയിം പോലെ VMC² sin square omega t d omega t whole raised to 1/2. ഇത് രണ്ടും മിനിറ്റ് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്തെടുക്കാം. ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, RMS വാല്യൂവിന്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് 2 വീഡിയോ ആയിട്ട് നമ്മൾ 3 ഫേസ് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയറിന്റെ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി അതിന്റെ ആവറേജ് വാല്യൂ RMS വാല്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമിലർലി ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആവറേജ് വാല്യൂ എന്താണ് വരിക, RMS വാല്യൂ എന്താണ് വരിക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. വേവ് ഫോംസ് വരയ്ക്കാൻ പഠിക്കുക. അപ്പൊ നിങ്ങൾ ചുമ്മാ ഒരു ആൽഫ അസ്യൂം ചെയ്യാണ്ട്, ഇപ്പൊ ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആൽഫ 20 ഡിഗ്രിയോ 15 ഡിഗ്രിയോ എന്താണെന്ന് വെച്ചാൽ അസ്യൂം ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കുക. ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആണെങ്കിൽ ഒരു 60 ഡിഗ്രിയോ ഒരു 45 ഡിഗ്രിയോ ഒക്കെ ആണെങ്കിൽ അത് കറക്റ്റ് സ്കെയിൽ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, അല്ലാണ്ട് അസ്യൂം ചെയ്ത് വരയ്ക്കരുത് ആൽഫയുടെ വാല്യൂ. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്.